ആ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഇപ്പൊ തെളിവ് വേണമെന്നാ പറയുന്നത്. എന്നാ പിന്നെ അതാ ഇവന്റെ തെളിവെന്ന് കൊണ്ടുപോടാ. മൂക്കുന്ന് 4 രോമം പോയപ്പോ ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് എന്റെ മൂക്കുന്ന് മറ്റയിട്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടിയ ഇവന്റെ തെളിവെന്ന് കൊണ്ടുപോവാ. സഖാവ് വല്ലാത്ത കലിപ്പിലാണ്ടാ. എന്താ ചെയ്യ, ഒന്നും അങ്ങോട്ട് ഷൂട്ടാകണില്ല റാഫിയെ. ഏ ഒന്നും എന്താണ് അങ്ങോട്ട് ഷൂട്ടാകണില്ല. നിങ്ങളെ പാർട്ടി എടുക്കണ ഓരോ നാടകങ്ങളൊക്കെ പൊളിയാണല്ല, പൊട്ടിപ്പൊളിഞ്ഞു പോവാണല്ല. എന്താ ഇപ്പം ഇങ്ങനൊക്കെ ആയാല് നാണക്കേടാണ് ട്ടാ. പാർട്ടി സഖാക്കൾ പോലും, പാർട്ടി അണികൾ പോലും ഇപ്പം നാണക്കേടിലാണ്. നാണം കൊണ്ട് തല താത്തി നടക്കേണ്ട ഒരു അവസ്ഥയിലായി പോയല്ലേ നിങ്ങൾ വടകരയിൽ കുറേ നോക്കി. പിന്നെ ടീച്ചറെ വെച്ചിട്ട് അവിടെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ കുറേ നോക്കി. അതുപോലെ തന്നെ ഷാജി മത്സരിച്ചപ്പോൾ അവിടെ സിറാത്തിൻ്റെ പാലം എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ നിങ്ങൾ കുറേ നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ അവസാനം പിന്നെന്താ വെച്ചാൽ പിന്നെ പാലക്കാട് കുറേ നോക്കി, അവിടെയും ഒന്നും നടന്നില്ല. എല്ലാം പൊട്ടിപ്പോകണില്ല. ഇപ്പൊ അവസാനം നമ്മളെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഒരു സ്റ്റേജ് ഷോ നടത്തി, അതും പൊട്ടിപ്പോയി. എന്താ ഇപ്പൊ അവസാനം എങ്ങനെയെങ്കിലും ഒരു മൂന്നാമത് ഭരണം എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കഷ്ടപ്പാടിനൊക്കെ. അങ്ങനെയാണ് പിന്നെ നമ്മളെ മന്ത്രി തന്നെ വീണ ജോർജിനെ തന്നെ രംഗത്തിറക്കി, അതും പൊട്ടി. റാഫിയെ, ഇത് ഞങ്ങൾ ലീഗേരും കോൺഗ്രസ്സുകാരും നേരക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ മാധ്യമങ്ങളുണ്ട്, നമ്മളെ ദൃശ്യമാധ്യമങ്ങളുണ്ട്. അവരുണ്ടല്ല, അവരിങ്ങനെ പലതരം ക്യാമറയായിട്ട്, ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവരാണ് കണ്ടെത്തിയിട്ടില്ല, അവരാണ് ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് അവരാണ്. എല്ലാ ലീഗരും കോൺഗ്രസ്സുകാരും ഇല്ല. പക്ഷേ നിങ്ങളെ നേതാക്കന്മാരെന്താ പറയണത്? പിന്നെ വീണ ജോർജിന്റെ തല പിടിച്ച് പിരിച്ച്, കൈ പിടിച്ച് ബാക്കിലോട്ട് കൈ പിടിച്ച് പിരിച്ച്, തലക്കും കൈക്കും പരുക്കേറ്റ്. എന്താണ് റാഫിയെ ഇങ്ങനൊക്കെ പുടുവിട്ടിട്ട്? എന്തിനാണ് നാട്ടിൽ വെറുതെ കാര്യമില്ലാതെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് റാഫിയെ? ഇനിയെങ്കിലും ഈ പരിപാടികളൊക്കെ നിർത്ത്. മാന്യമായിട്ട് നിങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തുക. ഇപ്പൊ ഇത് നാട്ടിലൊക്കെ ഇപ്പൊ പാർട്ടി പ്രവർത്തകർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. നിങ്ങൾ ഇങ്ങനൊരു നാണക്കേട് ഉണ്ട് അങ്ങക്ക്. ഇനിയെങ്കിലും നിർത്താൻ നോക്ക് റാഫിയെ. വെറുതെ വന്നിട്ട് വെറുതെ ഈ പൊളപള പറഞ്ഞിട്ടൊക്കെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേർക്ക് മേലെ കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല.